ഹലോ ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ 2024 അവസാനിക്കുകയാണ്, 2025 കിടക്കാണ് നമ്മൾ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ചെറിയൊരു അപകൃതം എന്നുള്ള രീതിയിൽ നമ്മൾ 2 വീഡിയോ ആയിട്ട് ചെയ്യുകയാണ്. അതിനകത്ത് ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചാനൽ ഇട്ടിട്ടുണ്ട്. 2024 തിയേറ്റർ ബോംബുകൾ എന്ന് വെച്ചാൽ തിയേറ്ററിൽ പടക്കങ്ങളായി മാറിയിട്ടുള്ള ഡിസാസ്റ്റർ മൂവീസിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് കയറി കാണാം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഹിറ്റായിട്ടുള്ള ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള ബ്ലോക്ക് ബസ്റ്റർ ഉൾപ്പെടെയുള്ള സിനിമകളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ നോക്കുന്നത്. മലയാള സിനിമയെ ഏറ്റവും അധികം വാനോളം പുകഴ്ത്തിയ ഒരു വർഷം 2024 കേരളത്തിന് പുറത്ത് പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ റീച്ച് ആയിട്ടുള്ള സിനിമകൾ കൂടി വന്ന ഒരു ഇയർ ആണ് 2024. ഒരു ഗോൾഡൻ ഇയർ ആയിട്ട് കൂട്ടേണ്ടി വരും. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ പിന്നെ സൂപ്പർ ഹിറ്റ് ആവറേജ് ഹിറ്റ്, ആ ഒരു രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ പറയുന്നത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ, അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ആദ്യമായിട്ട് പറയുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം കളക്ഷൻ കിട്ടിയ ഒരു സിനിമ കൂടിയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ 21 കോടി ബഡ്ജറ്റിൽ വന്ന ഒരു സിനിമ അവസാനം വേൾഡ് വൈഡ് ഗ്രോത്ത് 241 കോടി ആണ് ഫൈനൽ ചെയ്തത്. ഗംഭീര വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശംസയൊക്കെ നേടിയ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ കൂടുതൽ തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രശംസ നേടിയ ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. സൗബിൻ, അതുപോലെ തന്നെ ശ്രീനാഥ് വാസി തുടങ്ങിയ താരനിരകൾ ഉണ്ടായിട്ടുള്ള സിനിമ. ഡയറക്ടർ ചിദംബരം അത് ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിലെ 1ാം സ്ഥാനം മഞ്ഞുമൽ ബോയ്സ്. ആൻഡ് സെക്കൻഡ് സിനിമ ആടുജീവിതം. 80 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് ഉണ്ടായത്. പക്ഷേ ഫൈനൽ വന്നപ്പോൾ 159 കോടി രൂപയാണ് ആടുജീവിതം കളക്ട് ചെയ്തത്. ബെന്യാമിന്റെ ആടുജീവിതം എന്ന എക്കാലത്തെയും നല്ല ഗംഭീരമായിട്ടുള്ള നോവലിനെ ആസ്പദമാക്കി ബ്ലെസ്സി ഡയറക്ട് ചെയ്ത സിനിമ. 10-15 വർഷം അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടിന്റെ ആകെ തുകയാണ് ആടുജീവിതം. പൃഥ്വിരാജ് എന്ന നടനെ നല്ല ആറ്റിക്കുറുക്കിയെടുത്ത ബ്ലെസ്സി ഗംഭീര പെർഫോമൻസ്. ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡുകളിൽ 8 അവാർഡുകൾ വാരിക്കൂട്ടിയ ഒരു സിനിമ കൂടിയാണ് ആടുജീവിതം. 3ാം സിനിമ നമ്മുടെ രംഗണ്ണന്റെ ആവേശം. ഏകദേശം ഒരു 30 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 156 കോടിയുടെ ഫൈനൽ ഗ്രോത്ത് കൂടി നമ്മൾ ഫിനിഷ് ചെയ്തു. പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ ആ മോനെ എന്ന് പറയുന്ന ആ ഡയലോഗ് ഭയങ്കര ട്രെൻഡായിട്ടൊക്കെ നിന്നു. രംഗണ്ണനായിട്ട് ഫഹദ് ഫാസിലിന്റെ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. വലിയ ട്രെൻഡ്. അതിൽ പാട്ടുകൾ പോലും വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു, പാൻ ഇന്ത്യൻ ലെവലിൽ ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയാണ് ആവേശം. ഒരു യൂത്തിനൊക്കെ പ്രത്യേകിച്ച് കണക്ട് ആവുന്ന ഒരു സിനിമ. ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററിൽ 3ാം സ്ഥാനം ആവേശം. സർപ്രൈസ് ആയിട്ട് ലിസ്റ്റിലേക്ക് കടന്നുകൂടിയ ഒരു സിനിമയാണ് പ്രേമം. അത് അങ്ങനെ പറയാൻ കാരണം OTT വന്നപ്പോൾ ആ സിനിമയ്ക്ക് കുറച്ച് ഒരു വിമർശനമൊക്കെ കിട്ടി. എന്തുകൊണ്ടാണ് ഇത്രയധികം കളക്ഷൻ നേടാവുന്ന ഒരു സിനിമയൊന്നും ഇല്ല എന്നൊക്കെ ആളുകൾ വിമർശനം പറഞ്ഞ സിനിമയാണ്. പ്രധാനപ്പെട്ട രംഗങ്ങൾ ഹൈദരാബാദിൽ ഷൂട്ട് ചെയ്ത സിനിമ. അസ്ലിൻ, അതുപോലെ തന്നെ മമിത ബൈജു ഉൾപ്പെടെയുള്ള ആളുകൾ. ഗിരീഷ് ഏരിയാണ് സിനിമ ഡയറക്ട് ചെയ്തത്. പുതിയ ജനറേഷന്റെ ഒരു ലൈഫ് കൂടി കാണിച്ചത് ഒരു സിനിമയാണ്. ഫസ്റ്റ് ഡേ വെറും 90 ലക്ഷം മാത്രമാണ് പ്രേമലു കളക്ട് ചെയ്തത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രാഫ് കാണിച്ചതാണ് പ്രേമലു എന്ന് പറയുന്ന സിനിമ. ആൻഡ് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് ശേഷം നമ്മൾ സംസാരിക്കുന്നത് ബ്ലോക്ക് ബസ്റ്ററുകളാണ്. ആ ബ്ലോക്ക് ബസ്റ്ററുകളിൽ 1ാം സ്ഥാനം അജയന്റെ 2ാം മോഷണം ARM. ടൊവിനോ 3 കഥാപാത്രങ്ങളായി വന്ന സിനിമ. 3Dയിലാണ് സിനിമ വന്നിട്ടുള്ളത്. 30 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഏകദേശം ഒരു 106-107 കോടിയോളം ഫൈനലി കളക്ട് ചെയ്തിട്ടാണ് തിയേറ്ററിൽ വിട്ടത്. ഗംഭീരമായ ഒരു വിഷ്വൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എവിടേക്കോ കുറച്ച് ഇമോഷൻസ് ഒന്ന് കണക്ട് ആവുന്നതിൽ കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ടോട്ടലി നോക്കുമ്പോൾ തിയേറ്ററിൽ നന്നായിട്ട് ആഘോഷിക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണ് അജയന്റെ 2ാം മോഷണം. ടൊവിനോയുടെ 2024 ഒരു ഏക ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ബ്ലോക്ക് ബസ്റ്ററുകളിൽ 2ാമത്തെ സിനിമ ഗുരുവായൂരമ്പലനടയിൽ. അത് നേരത്തെ പ്രേമലുവിന്റെ കാര്യത്തിൽ ഒക്കെ പറഞ്ഞതുപോലെ OTT ഇറങ്ങിയപ്പോൾ വലിയ വിമർശനമൊക്കെ നേരിട്ടാണ്. ഇതിനും മാത്രം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നൊരു സിനിമയാണ്. പൃഥ്വിരാജ് നായകനായി വിപിൻ ദാസ് ഡയറക്ട് ചെയ്തത്. വിപിൻ ദാസ് ജയയുടെ വലിയ വിജയത്തിന് ശേഷം ഡയറക്ട് ചെയ്തൊരു സിനിമയാണ്. ബേസിൽ, അതുപോലെ തന്നെ ജഗദീഷ്, പൃഥ്വിരാജ്, നിഖില തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള നന്ദനത്തിന്റെ ഒരു റെഫറൻസ്, കുറെ സിനിമകളുടെ റെഫറൻസ് ഒക്കെ വന്നിട്ടുള്ള ഒരു പരിപാടി. 3ാം സ്ഥാനം വർഷങ്ങൾക്ക് ശേഷം ജ്ഞാപകം പോലത്തെ പാട്ടുകൾ ഇനി ആരെങ്കിലും ചെയ്യൂ എന്ന് ചോദിച്ച് OTTയിൽ ഏറ്റവും അധികം ആളുകൾ എടുത്തുടുത്ത ഒരു ട്രോളാക്കി മാറ്റിയ ഒരു സിനിമ. നിവിൻ പോളിയുടെ ഒരു ക്യാമിയോ കൂടി ഉള്ളതുകൊണ്ട് ഒരു ആവറേജ് ആയിട്ട് നിന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ആവറേജിലും താഴെ ആയി പോയേനെ. ചെന്നൈ പാസം വെച്ച് ഉള്ള ഒരു പരിപാടിയാണ് വിനീത് ശ്രീനിവാസൻ ഇത്തവണയും പരീക്ഷിച്ചത്. പക്ഷെ തുടർന്ന് അങ്ങോട്ട് ചെന്നൈ പാസം പിടിക്കാനാണ് വിനീത് ശ്രീനിവാസന്റെ തീരുമാനമെങ്കിൽ കുറച്ചൊന്ന് വിയർക്കേണ്ടി വരും. പ്രണവ് മോഹൻലാലിന്റെ ഒരു ഫാൻസി ഡ്രസ്സ് പോലത്തെ ഒരു പരിപാടിയായി പോയി. ധ്യാൻ ശ്രീനിവാസനും അങ്ങനെയൊക്കെ തന്നെ. 4ാം സ്ഥാനം ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ കിഷ്കിന്ധാകാന്ഡം. ഗംഭീര തിരിച്ചുവരവാണ്. അജയ് ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടറുണ്ട് നമ്മുടെ ആസിഫിൽ നടത്തിയിരിക്കുന്നത്. ഗംഭീരമായിരുന്നു. എന്ത് രസമുള്ള സ്ക്രിപ്റ്റ് ആണെന്ന് അറിയാമോ. വിജയരാഘവനൊക്കെ എക്സലന്റ് പെർഫോമൻസ്. അപർണ ബാലമുരളി, തയ്യത്താൻ ഡയറക്ട് ചെയ്ത സിനിമ ഒരു 5-6 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ ഒരു 77 കോടിയാണ് ഫൈനലി അടിച്ചത്.
ആൻഡ് ഈ കൂട്ടത്തിൽ സർപ്രൈസ് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് രേഖപ്പെടുത്തേണ്ട ഒരു സിനിമയാണ് വാഴ എന്ന് പറയുന്ന സിനിമ. ഒരുപാട് പ്രൊമോഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ സ്റ്റാർ കാസ്റ്റും ഇല്ലാത്തൊരു സിനിമയായിട്ട് പോലും വാഴ 41 കോടിയാണ് ഫൈനൽ കളക്ട് ചെയ്ത് ആനന്ദ് മേനോൻ ഡയറക്ട് ചെയ്ത്, സിജു സണ്ണി അതുപോലെ തന്നെ ജോമോൻ ജ്യോതിർ, പിന്നെ ഒരു ക്യാമിയോ റോളിൽ നമ്മുടെ ബേസിലൊക്കെ വന്ന ഒരു സിനിമ. എല്ലാ കാലത്തുള്ള യുവാക്കൾക്കും കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. ആൻഡ് ഇതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് സൂപ്പർ ഹിറ്റുകളിലാണ്. സൂപ്പർ ഹിറ്റുകളിലേക്ക് പോകുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനം എനിക്ക് തോന്നുന്നത് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ. മമ്മൂക്ക കിടിലോനായിട്ട് പെർഫോം ചെയ്ത, മമ്മൂക്കക്ക് മാത്രമേ പറ്റുള്ളൂ ഉടുമ്പൻ പോറ്റിയുടെ ക്യാരക്ടർ ചെയ്യാൻ ഇപ്പൊ മലയാളത്തിൽ. അർജുൻ അശോകിന്റെ ഒരു ഏക ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, 2024 ഏക ഹിറ്റ്. രാഹുൽ സദാശിവനാണ് ഡയറക്ട് ചെയ്തിരിക്കുന്നത്. 27 കോടിയുടെ സിനിമ ഒരു 58 കോടിയോളം കളക്ട് ചെയ്തിട്ടാണ് തിയേറ്റർ ഇട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് സിനിമ എബ്രഹാം ഓസ്ലർ. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് പരിപാടിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ ഞാൻ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജയറാമിന്റെ കുറെ നാളുകൾക്ക് ശേഷം ഒരു സൂപ്പർ ഹിറ്റ് കിട്ടിയ ഒരു സിനിമ, മമ്മൂട്ടി ക്യാമിയോ റോളിൽ വന്ന മറ്റൊരു പ്രത്യേകത. പിന്നെ ആ കൂട്ടത്തിൽ ആവറേജ് പരിപാടിയായിട്ട് എന്നാൽ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള അടുത്ത സിനിമയാണ് ടർബോ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു എബോ ആവറേജ് പരിപാടിയായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. കാരണം ഒരു ക്ലീശേ കഥയായിരുന്നു. ഐഷാന്റെ സ്ഥിരം മേക്കിംഗ്, ആക്ഷൻ, 1-2 പരിപാടികൾ മാത്രം ഒരു പുതുമ തോന്നി, അതുകൊണ്ട് മാത്രം പിടിച്ച സിനിമ. പക്ഷേ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് ആയിട്ട് രേഖപ്പെടുത്തേണ്ടി വരും. പിന്നെ പണി എന്ന് പറയുന്ന ജോർജ് സംവിധാനം ചെയ്ത, അദ്ദേഹം തന്നെ അഭിനയിച്ച, റിവ്യൂവുമായി ബന്ധപ്പെട്ട ഒരു വിവാദമൊക്കെ വന്ന ഒരു സിനിമയാണ്. ഇറ്റ്സ് ഓക്കെ ഫിലിം, എനിക്ക് അത്രയും തോന്നിയിട്ടുള്ളൂ. ആൻഡ് സൂക്ഷ്മദർശിനി, ബേസിൽ ജോസഫിന്റെ വലിയൊരു തേരോട്ടമാണ് ഈ വർഷം കണ്ടത്. അതിലേക്ക് എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു സിനിമ. നസ്രിയ ഏറെ കാലത്തിന് ശേഷം തിരികെ അഭിനയത്തിലേക്ക് വന്ന ഒരു സിനിമ കൂടിയാണ്. ഗംഭീര സ്ക്രിപ്റ്റ് ആണ് സിനിമയുടെ. ആൻഡ് ആഷിഖ് കപൂറിന്റെ റൈഫിൾ കബ ഒരു കിടിലം പരിപാടിയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമയാണ്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ കൂടിയാണ്. ദിലീഷ് പോത്തൻ, വാണി വിശ്വനാഥ്, ദർശന, സുരേഷ് കൃഷ്ണ, അങ്ങനെ വലിയൊരു കാസ്റ്റോട് കൂടി വന്ന സിനിമ. പിന്നെ സൂപ്പർ ഹിറ്റിന്റെ ലിസ്റ്റിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് മാർക്കോ. പക്ഷേ ഐ റിപ്പീറ്റ്, എനിക്ക് സിനിമ വർക്കായില്ല, ഒട്ടും വർക്കായില്ല. ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും ഉണ്ണിമുകുന്ദന്റെ ക്യാരക്ടർ ആണെങ്കിലും എനിക്ക് വർക്കായില്ല. റിവ്യൂ പറഞ്ഞതുകൊണ്ട് ഒരുപാട് തെറി കേട്ട ഒരാളാണ്, പക്ഷെ എനിക്ക് വർക്കായില്ല. അത് ഞാൻ എവിടെയും പറയും, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ശേഷം നമ്മൾ വരുന്നത് ഹിറ്റ് ലിസ്റ്റിലേക്കാണ്. ഹിറ്റ് ലിസ്റ്റിൽ എനിക്ക് ഒന്നാം സ്ഥാനം തലവൻ എന്ന് പറയുന്ന ബിജുമേനനും ആസിഫ് അലിയും പ്രധാന വേഷങ്ങളിലെത്തിയ നല്ല ഒരു പോലീസ് സ്റ്റോറി പറയുന്ന സിനിമ. ജിസ്റ്റോയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറിൽ, ഒരു ത്രില്ലർ സ്വഭാവമുള്ള ഒരു ജോണറിൽ വന്നൊരു സിനിമ. നല്ല പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ റീ റിലീസുകളുടെ കാര്യം കൂടി ഹിറ്റുകളിൽ പറയേണ്ടതുണ്ട്. അതിനകത്ത് ദേവദൂതൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലെ പ്രേക്ഷകർ കൈവിട്ട ഒരു സിനിമ തിയേറ്ററിലേക്ക് രണ്ടാമത് റീ റിലീസ് വന്നിട്ട് സൂപ്പർ ഹിറ്റ് ആവുന്ന, പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ദേവദൂതൻ. മണിച്ചിത്രത്താഴ് കൂടി ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തേണ്ടി വരും, അതോടെ മാറ്റിവെക്കാം. പിന്നെ ജോസഫിന്റെ നുണക്കുഴി, ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ മനോജ് കെ ജയൻ, സിദ്ദിഖ്, ഗ്രേസ് ആന്റണി, അങ്ങനെ കുറച്ചധികം താരങ്ങൾ വന്നൊരു സിനിമ. ഒരു കോമഡി എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ വന്നൊരു സിനിമയാണ്. ഓക്കെ സിനിമയായിരുന്നു. ഒരു കാലഘട്ടത്തിൽ പ്രിയദർശൻ ചെയ്തിരുന്ന ഒരു കാറ്റഗറിയിൽ പെടുന്ന, നായകൻ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന ഒരു പരിപാടിയുള്ള ഒരു സിനിമയായിട്ട് വന്നതാണ്. പക്ഷേ നുണക്കുഴിയിലേക്ക് വരുമ്പോൾ പ്രിയദർശന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഇന്നസെന്റ്, നെടുമുടി വേണു, അങ്ങനെയുള്ള ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ ഒരു അഭാവം ശരിക്കും നമ്മൾ ഈ കാലഘട്ടത്തിൽ അറിയുന്നത് നുണക്കുഴി പോലുള്ള ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോഴാണ്. ആൻഡ് ബൊഗൈൻവില്ല ഹിറ്റ് ലിസ്റ്റിൽ പെടുത്തേണ്ടി വരും. എനിക്കൊരു എബോ ആവറേജ് പരിപാടിയായിട്ട് എനിക്ക് വർക്കായുള്ളൂ. ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ പ്ലെയിൻ ആയി പോയതായിട്ട് എനിക്ക് തോന്നി. നല്ലൊരു രഹസ്യ സ്വഭാവമുള്ള ഒരു സിനിമയായിരുന്നു. ജ്യോതിർമയി ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരു ഗംഭീര തിരിച്ചറിവ് നടത്തിയ, നല്ല പെർഫോമൻസ് നടത്തിയ ഒരു സിനിമയാണ്. അമൽനീരത് ഡയറക്ട് ചെയ്ത, കുഞ്ചാക്കോ ബോബൻ നായകനായിട്ട് വന്ന, എന്നാൽ ഫഹദ് ഫാസിൽ എന്തിനോ വേണ്ടി തിളക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് വന്ന ഒരു സിനിമയാണ് ബൊഗൈൻവില്ല. ആൻഡ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ഇ.ഡി. സുരാജിന്റെ ഈ വർഷത്തെ ഏക ഹിറ്റാണ് ഇ.ഡി. പക്ഷെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഡാർക്ക് ഹ്യൂമറിൽ വന്ന ഒരു സിനിമ. അടുത്ത നമ്മൾ നോക്കുന്നത് ആവറേജ് ഹിറ്റാണ്. ആവറേജ് ഹിറ്റിൽ പലതും എനിക്ക് പേഴ്സണലി ഭയങ്കരമായി ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ ബോക്സ് ഓഫീസിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ആവറേജ് ഹിറ്റായി പോയി. അതിൽ ഒന്നാമത്തെ സിനിമ ഉള്ളൊടുക്ക്, പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമ, ഗംഭീര സ്ക്രിപ്റ്റ് ആണ് കേട്ടോ. ക്രിസ്റ്റോ ടോമി അതുപോലെ തന്നെ ഗംഭീരമായിട്ട് കഥ പറഞ്ഞു പോകുന്ന സിനിമ. എല്ലാ ക്യാരക്ടേഴ്സിനും പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ വർഷത്തെ എന്താ പറയുക, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ഉർവശിയുടെ ഗംഭീര പെർഫോമൻസ് വന്ന സിനിമ. അതുപോലെ തന്നെ കട്ടക്ക് നിന്ന് മത്സരിച്ച് അഭിനയിച്ചതാണ് പാർവതി. ഹലോ മമ്മി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിയേറ്ററിൽ ഭയങ്കര എൻജോയ് ചെയ്ത, ചിരിച്ച് എൻജോയ് ചെയ്ത്, ഐശ്വര്യ ലക്ഷ്മി, അതുപോലെ തന്നെ ഷറഫുദ്ദീനും പിന്നെ ജഗദീഷ്, ബിന്ദു പണിക്കർ, അങ്ങനെ കുറച്ച് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സിനിമയാണ് ഹലോ മമ്മി. അടുത്ത സിനിമ മന്ദാകിനി എനിക്ക് തിയേറ്ററിൽ മിസ്സായ ഒരു സിനിമയാണ്. ആക്ച്വലി ഞാൻ OTT ആണ് കണ്ടത്. OTT കണ്ടിട്ട് പോലും എനിക്ക് ഒരിടത്ത് പോലും എന്താ പറയുക ലാഗോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. ഒറ്റയിരിപ്പിന് കണ്ട് വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമ. എന്താ പറയുക, അൽത്താഫും അതുപോലെ തന്നെ അനാർക്കലി മരക്കാരും നായകന്മാരായിട്ട് വന്ന സിനിമ. അപ്പോൾ ഇതൊക്കെയാണ് ആവറേജ് സിനിമ. ടോട്ടലി നോക്കുമ്പോൾ ഈ വർഷം കഴിഞ്ഞ വർഷത്തേക്കാൾ ഗംഭീരമായിട്ടൊരു വർഷം. ഹിറ്റുകളുടെ എണ്ണം കഴിഞ്ഞ വർഷം
ത്തേക്കാൾ ഒരു 6 7 സിനിമകൾ കൂടുതലേ ഉള്ളൂ. ഹിറ്റുകളൊക്കെ വളരെ വലിയ ഹിറ്റുകളാണ്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഓൾ ടൈം കളക്ഷൻ റെക്കോർഡുകൾ ഇട്ട ഒരു സിനിമകൾ കൂടിയുള്ള ഒരു വർഷമാണ് 2024. അടുത്ത വർഷം മലയാള സിനിമയുടെ ഒരു ലൈനപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി ഇതിനേക്കാൾ ഗംഭീരമായിട്ടുള്ള സിനിമകൾ വരാനിരിക്കുന്നു. അതിൽ തുടക്കത്തിൽ തുടരും എന്ന് പറയുന്ന ലാലേട്ടന്റെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ അടിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുപോലെ തന്നെ എമ്പുരാൻ വരാൻ കിടക്കുന്നു. മമ്മൂക്കയുടെ ബസൂക്ക, അതുപോലെ തന്നെ ആസിഫലിയുടെ രേഖാചിത്രം, പിന്നെ ഐഡന്റിറ്റി മികച്ച വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. വീണ്ടും സന്ധിക്കും വരെയും വണക്കം.